നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇല്ല. എന്തുപറ്റി? വയ്യേ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തുപറ്റി? നീ അങ്ങനെയൊന്നും ലീവ് എടുക്കാറില്ലല്ലോ. ഇന്ന് എന്റെ അച്ഛന്റെ ഓർമ്മ ദിവസമാണ്. ഞാൻ അമ്പലത്തിലേക്ക് പോവാ. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. വേണ്ട. എന്തുപറ്റി? അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോ അദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കുള്ള ഒരാൾ കൂടെ ഉണ്ടാവുന്നത് അച്ഛന്റെ ആത്മാവിനെ അപമാനിക്കുന്നത് പോലെയാവും. ശരിയാ, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. ഐ എം സോറി. ഗിരിയേട്ടനെ ഞാൻ കല്യാണം കഴിച്ചതുപോലും അച്ഛന്റെ ആത്മാവിന് സഹിക്കാൻ പറ്റില്ല എന്ന മഹിമയടക്കം പലരും വിശ്വസിക്കുന്നു. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? തെറ്റ് പറ്റിയവർക്ക് അത് തിരുത്താനുള്ള അവസരം കൊടുക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. ഗിരിയേട്ടൻ നിയമപരമായി അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങിയ അച്ഛന്റെ കണ്ണുകളിൽ അത് തന്നെ ഒരു പ്രായശ്ചിത്തമാവും. ഞാൻ കുറ്റസമ്മതം നടത്തിയ എല്ലാ പ്രശ്നവും തീരുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഗിരിയേട്ടൻ മുഴുവൻ സത്യവും പറയൂ. എന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് ചോദിച്ചാ ഗിരിയേട്ടൻ എന്തു പറയും? അതിനുത്തരം പറയാൻ എനിക്ക് കഴിയില്ല മഞ്ജു. ഗിരിയേട്ടൻ അങ്ങനെ ചെയ്ത കൊലക്കുറ്റവും പോലീസുകാരെ ഗിരിയേട്ടന്റെ തലയിൽ കെട്ടിവെക്കും. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ഗിരിയേട്ടൻ ജയിലിൽ പോയിട്ട് എന്താ കാര്യം? എന്റെ അച്ഛന് നീതി ലഭിക്കണം. അതിനോ ഗോപാലൻ ജയിലിൽ കിടക്കണം. അതിനു വേണ്ട തെളിവ് എന്റെ കയ്യിൽ വൈകാതെ കിട്ടും. പിന്നെ അയാളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല, ഗിരിയേട്ടന് പോലും. നിന്റെ അച്ഛന് വേണ്ടി നീ നടത്തുന്ന പോരാട്ടം നിനക്ക് എത്ര വലുതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന്റെ വഴിക്ക് ഞാൻ വരില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണം. സ്വപ്നം നമ്മളെ എല്ലാവരെയും പറ്റിക്കായിരുന്നു എന്ന് ഇത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും നമുക്ക് അവളെ പൂട്ടാൻ പറ്റുന്നില്ലല്ലോ. അവള് നമ്മള് വിചാരിക്കുന്ന പോലെ സാധാരണക്കാരിയൊന്നുമല്ല. അവക്ക് നല്ല കാഞ്ഞ ബുദ്ധിയാ. അവളോട് കളിക്കുമ്പോ സൂക്ഷിക്കണം. അവക്ക് എറിയുന്നതെല്ലാം ബൂമറാങ് പോലെ നമുക്ക് നേരെ തിരിച്ചു വരുവാ. ചാച്ചു, അവൾക്ക് ആവശ്യമില്ലാത്ത ഈ ബിൽഡപ്പ് കൊടുക്കുന്ന ഒന്ന് നിർത്താമോ? മോളെ, യുദ്ധം ജയിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശത്രുവിന്റെ ബലം എന്താണെന്ന് അംഗീകരിക്കല. സ്വപ്നം നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അവളെ ചതിച്ച് കടന്നു കളയെന്ന് പറഞ്ഞ് പ്രേമിച്ചു തുടങ്ങിയ സഞ്ജുവിനെ അവള് വളച്ച് പോക്കറ്റിലാക്കി. അവരുടെ ബന്ധം എതിർക്കുന്നു പറഞ്ഞ ഗിരിയെ കൊണ്ട് അവരുടെ കല്യാണം നടത്തിപ്പിച്ചു. അവളെ ഈ വീടിന്റെ പടി ചവിട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് തന്നെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിപ്പിച്ചു. ഇതൊക്കെ അവളുടെ ബുദ്ധിയല്ലെങ്കിൽ പിന്നെ എന്താ? അവൾ ഈ കളികളൊക്കെ കളിച്ചത് ഒരൊറ്റ കാര്യം വെച്ചിട്ടാ, അവളുടെ കുഞ്ഞ്. അവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാ സഞ്ജു, ഗിരി, അച്ഛനും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ എനിക്കുറപ്പാ അവള് പ്രഗ്നന്റ് അല്ല. ഇത്ര ആളുകൾ അവക്ക് പറ്റിക്കാൻ പറ്റുമോ? എന്താ ബുദ്ധിമുട്ട്? കല്യാണത്തിന് മുൻപ് പ്രഗ്നന്റ് ആണെന്ന് അവള് പറഞ്ഞപ്പോ എല്ലാവരും വിശ്വസിച്ചില്ലേ? ഇങ്ങനെ ഒരു നുണ പറഞ്ഞ് ആരെങ്കിലും നാണക്കേട് വിളിച്ചു വരുത്തുമെന്നാണ് എല്ലാവരും ചിന്തിച്ചത്. പക്ഷെ അവള് ചിന്തിച്ചത് ആ നുണ കൊണ്ട് അവൾക്ക് കിട്ടാൻ പോകുന്ന കോടികളെ കുറിച്ചാ. ഇങ്ങനെ നുണ പറഞ്ഞ് കല്യാണം നടത്തിയ അവള് പ്രഗ്നന്റ് അല്ലെന്ന് അറിഞ്ഞ പ്രശ്നമാവില്ലേ? അതിനവള് വേറെന്തെങ്കിലും പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അവള് തയ്യാറെടുപ്പ് നടത്തി അവളുടെ സൗകര്യത്തിന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അവളുടെ നുണകളൊക്കെ പൊളിക്കണം. എങ്ങനെ? അച്ഛനോട് എല്ലാം പറയണം. അപ്പൊ തെളിവ് ചോദിച്ചാലോ? അതിനൊക്കെ എന്റെ കയ്യിലൊരു വഴിയുണ്ട്. അച്ഛനോട് ഞാൻ ഈ കാര്യം സംസാരിക്കുമ്പോ എന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാ മാത്രം മതി.
താനെന്താടോ എങ്ങനെ ഇരിക്കുന്നത്? നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ടേ? പോണോ വേണ്ടോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഇന്ന് അച്ഛന്റെ ഓർമ്മ ദിവസമായിട്ട് അമ്പലത്തിൽ പോകാതിരുന്ന എങ്ങനെ ശരിയാവുക? അച്ഛനെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് കുറ്റബോധം മാത്രമാ തോന്നുന്നത്. അച്ഛൻ ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിലാണ് വളർത്തിയത്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരച്ഛൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ കടമകളും അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷേ മക്കൾ എന്ന നിലയ്ക്ക് എനിക്കോ ചേച്ചിക്കോ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എടോ, അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നതേ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് താനെന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നേ? എന്റെ അവസ്ഥ വക്കീലിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ അച്ഛനെ കൊന്ന ആള് ഈ നാട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. അത് കാണുമ്പോ ഉണ്ടാവുന്ന വിഷമം വക്കീലിന് മനസ്സിലാവുമോ? ഗോപാലനെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ വിഷമം എന്തൊക്കെ ചെയ്താലും എനിക്ക് മറക്കാൻ പറ്റില്ല. മഹിമേ, മാധവൻ സാർ നമ്മളെ വിട്ടുപോയി. ആ യാഥാർത്ഥ്യം മാറ്റാൻ ഇനി നമുക്കാവില്ല. ഇനി അത് അംഗീകരിച്ച് ജീവിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ലാതെ പ്രതികാരം ചെയ്യുന്നും പറഞ്ഞ് താൻ തന്നെ ജീവിതം പാഴാക്കരുത്. അത് മാധവൻ സാർ ഒരിക്കലും ആഗ്രഹിക്കില്ല. എടോ, താനല്ലേ പറഞ്ഞത് മാധവൻ സാറിനാകെ 2 സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന്? തന്നെ ഒരു ഡോക്ടറായി കാണണമെന്നും മഞ്ജു ധൈര്യമായി ജീവിതത്തെ നേരിടണമെന്നും. അതെ, നിങ്ങൾ രണ്ടുപേരും മാധവൻ സാറ് സ്വപ്നം കണ്ടതുപോലെ തന്നെ ജീവിക്കണം. അതാണ് മക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം. എന്തേ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. അല്ല, മഞ്ജുവിനെ വിളിക്കണോ? അവളെന്തായാലും അമ്പലത്തിലേക്ക് പോകുന്നുണ്ടാവില്ലേ? ചേച്ചി ഒറ്റയ്ക്ക് പോയിക്കോളും. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? ചേച്ചി എന്തിനാ അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അച്ഛനെ കുറിച്ച് ഓർക്കാനുള്ള ധൈര്യം പോലും കിട്ടില്ല. പറയാൻ പറ്റില്ല. ചിലപ്പോ ചേച്ചി ഗിരിയേട്ടന്റെ കൂടെ ആയിരിക്കും അമ്പലത്തിലേക്ക് വരിക. അച്ഛന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തെ കൊല്ലാൻ കൂട്ടുനിന്ന ആളുടെ കൂടെ അമ്പലത്തിലേക്ക് തൊഴാൻ പോയാ പൂർത്തിയാവുമല്ലോ. എടോ, താനിങ്ങനൊന്നും ചിന്തിക്കല്ലേ. മഞ്ജു ഇപ്പൊ പെട്ടുകിടക്കുന്ന അവസ്ഥ അവളായിട്ട് ഉണ്ടാക്കിയതല്ല. ഗിരിയെ മഞ്ജുവിന് വിവാഹം കഴിക്കേണ്ടി വന്ന അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ. അന്ന് മാധവൻ സാറിന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അവർക്കറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ആ വിവാഹത്തിന് അവൾ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഗിരിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പൊ കുറ്റക്കാരനാരാ? ഗിരിയല്ലേ. ആ പാവം മഞ്ജു എന്ത് തെറ്റ് ചെയ്തു? ശരി, അന്ന് ചേച്ചിക്ക് സത്യം അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴോ അച്ഛന്റെ മരണത്തിൽ ഗിരിയേട്ടനുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമായില്ലേ? ഇനിയെങ്കിലും ആ ബന്ധം അവസാനിപ്പിച്ചൂടെ? മഞ്ജു ഇപ്പോഴേ ഒരു കുഞ്ഞിന്റെ അമ്മയാൻ പോവോ? ആ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ടി വരും. ഇത് താൻ കരുതുന്ന പോലെ അത്ര പെട്ടെന്നെടുക്കാൻ പറ്റിയ തീരുമാനമൊന്നുമല്ല. ഒരു കാര്യം ഉറപ്പാ, തെളിവ് കിട്ടിയാൽ മഞ്ജു ഗിരിയെയും ഗോപാലിനെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നുമില്ല. ചേച്ചി വീണ്ടും പഴയതുപോലെ ധൈര്യമില്ലാത്ത, പ്രതികരണശേഷിയില്ലാത്ത ഒരാളായി മാറിക്കൊണ്ടിരിക്കുക. അത് കാണുമ്പോ നല്ല വിഷമമുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം.